ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് 4 മണി ചെടിയെ പരിചയപ്പെട്ടാലോ. മഞ്ഞ കളറിലുള്ള ഈ ചെടിയെ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് അടിക്കണേ. അതായത് സമയം അറിയിക്കുന്ന ഒരു ചെടിയാണ്. വൈകുന്നേരം 4 മണിക്കാണ് വിരിയുന്നത്. അതുകൊണ്ടാണ് അധികം ആളുകളും ഇത് പിടിപ്പിക്കാൻ തയ്യാറാവാത്തത്. കാരണം പകലൊന്നും ഇതിൻ്റെ പൂക്കളില്ല. പൂക്കൾ കാണുന്നത് 4 മണിക്ക് മാത്രമായിരിക്കും. അതായത് ചിലപ്പോൾ 4 മണി കഴിഞ്ഞായിരിക്കും വിരിയുന്നത്. ചിലപ്പോൾ 5 മണിയോ 6 മണിയോ ഒക്കെ ആകുമ്പം വിരിയുന്നു. ഇത് പല കളറിലുള്ളതുണ്ട്. വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ വാടാമല്ല കളറുള്ളതുണ്ട്. അങ്ങനെ പല കളറിലുള്ള 4 മണി ചെടിയുണ്ട്. വിത്തുകളും കിഴങ്ങും ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത്. കട്ടിയുള്ള ആവരണമുള്ള ഈ വിത്ത് പാകി നമുക്ക് മുളപ്പിച്ച് അടുത്ത തൈ ഉണ്ടാക്കിയെടുക്കാം. ഇനി അഥവാ നമുക്ക് വിത്ത് കിട്ടിയില്ലെങ്കിൽ ഇതിന് കിഴങ്ങുണ്ടാകും. വിത്തുള്ള കാരണം സാധാരണ ഇതുവരെ ഞാൻ കിഴങ്ങ് പിടിപ്പിച്ച് നോക്കിയിട്ടില്ല. വിത്ത് തന്നെയാണ് പിടിപ്പിച്ചെടുക്കുന്നത്. തണ്ടിന് അധികം ബലമില്ല. ഒരു താങ്ങ് കൊടുത്താലേ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിലത്തോടെ പടർന്നായിരിക്കും സാധാരണ നിൽക്കുന്നത്. ഞാൻ ഒരു കമ്പ് കുത്തി നാട്ടിയിട്ട് അത് കെട്ടി നിർത്തിയാണ് ഈ ചെടി ഇങ്ങനെ നേരെ നിർത്തിയിരിക്കുന്നത്. സാധാരണ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന വളം മതിയാകും ഇതിന്. പൂക്കളുണ്ടാകാനും അധികം വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ചുറ്റിനുമുള്ള ചെടികൾക്ക് കിട്ടുന്ന വളം, അതായത് നിലത്ത് നട്ടിരിക്കുന്നു അതിന് ചുറ്റിനുമുള്ള ചെടികൾക്ക് കൊടുത്തിരിക്കുന്ന വളം, അതാണ് ഇത് വലിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് കവറിൽ നടുകയാണെങ്കിൽ പ്രത്യേകിച്ച് വളം കൊടുക്കണം. നിലത്ത് ചെടി നട്ടാൽ നമുക്ക് ഒരു ചെടി നട്ടാൽ അതായത് ചുറ്റിനുള്ള ചെടികൾക്കെല്ലാം ഈ വളം കിട്ടുന്നതാണ്. ഇതിൻ്റെ തൈയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് 4 മണി ചെടിയുടെ തൈ. വെള്ള കളറിലുള്ള 4 മണി ചെടി ഇനി നമുക്ക് കാണാം. ഇത് ഇന്നലെ വൈകുന്നേരം വിരിഞ്ഞതാണ്. ഈ നേരമായപ്പോഴത്തേക്ക്, അതായത് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഒരു 8 മണിയായി. ഈ സമയത്തേക്ക് വെള്ള കളറുള്ള പൂക്കളെല്ലാം കൂമ്പിപ്പോയി. മഞ്ഞ ഇതുവരെ കൂമ്പിപ്പോയില്ല. ചുറ്റിലും തൈകളുണ്ട്. ഇതാണ് ഒരു തൈ. വീണ്ടും വേറെ തൈകൾ. ഇത് ഇടയ്ക്ക് തൈകളൊക്കെ മുളച്ച് വരുന്നുണ്ട്. തണ്ട് ഇതുപോലെ ബലം കുറവായ കാരണം ഒരു ചെടിയുടെ തണ്ടിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇതാണ് ഈ തണ്ട്. ഇതിൻ്റെ വെള്ള കളറുള്ള തണ്ട് ഈ തണ്ടിനോട് ചേർന്ന് പൊങ്ങി നിൽക്കുന്നു. ഇങ്ങനെ ഒരു താങ്ങ് കിട്ടില്ലെങ്കിൽ ഇത് നിലത്തോടെ പടർന്നു വരും. സ്ഥലം ഉള്ളവർക്ക് പടർത്തി ഇട്ടാലും വളരെ മനോഹരമായിരിക്കും. ഇപ്പോൾ സ്ഥലപരിമിതി മൂലമാണ് ഞാനിങ്ങനെ നട്ടിരിക്കുന്നത്. 4 മണി ചെടിയുടെ തൈകളാണിത്. കൂട്ടുകാരെ കാണിക്കാനായിട്ട് ഞാൻ പറിച്ചെടുത്തതാണിത്. ചെറിയ തൈകൾ പറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുറ്റിനുമുള്ള മണ്ണും കൂടി വരത്തക്ക രീതിയിൽ വേണം പറിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ മണ്ണോടുകൂടി പറിച്ചെടുത്ത് വേണം നമുക്കിത് നിലത്തോ എവിടെയെങ്കിലും നിലത്തോ കൂട്ടിലോ എവിടെയെങ്കിലും നമുക്ക് സൗകര്യം എവിടെയാണോ അവിടെ നട്ടുവയ്ക്കാവുന്നതാണ്. അടിവളമായിട്ട് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതില്ലെങ്കിൽ കുറച്ച് ചെടി വളർന്ന് വലുതായതിനു ശേഷവും നമുക്ക് എപ്പോഴാണോ വളം കിട്ടുന്നത് അപ്പോഴതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു ചെടിയിൽ 2 കളറിലുള്ള പൂക്കൾ വിരിയുന്നത് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകതയാണ്.